ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് സുബൈർ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സുബൈർ കണ്ണൂർ. സുബൈർ, എങ്ങനെയുണ്ട് ബഹ്റൈനിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇപ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസീസിൽ കണ്ട വാർത്തയുടെ ഒരു കാര്യം, ഇറാൻ്റെ മിസൈൽ അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ ടൗണിലെ സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഓയിൽ റിഫൈനറി ആക്രമിച്ചു എന്ന തരത്തിലൊരു വാർത്തയാണ് കണ്ടത്. ജനജീവിതത്തെ ആശങ്കപ്പെടുത്തും വിധത്തിൽ ബഹ്റൈനിൽ കാര്യങ്ങൾ ഉണ്ടോ? ഇന്ന് 7ാം ദിവസമാണ് ഇത് യുദ്ധം ആരംഭിച്ചത്, അതായത് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. എന്താണ് ബഹ്റൈനിലെ ഒരു പൊതുസ്ഥിതി, എന്താണ് പറയാവുന്നത്? ശരത്, ജമാലെ, അതുപോലെ തന്നെ ഇപ്പോ സ്വാഭാവികമായിട്ടും ബഹ്റൈനിൽ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11:45 തുടങ്ങിയ മിസൈൽ ഡ്രോൺ ആക്രമണം ഇതുവരെ അവസാനിച്ചിട്ടില്ല. പക്ഷെ അതിനെ ശക്തമായ രീതിയിൽ നേരിടാൻ ഈ രാജ്യം സന്നദ്ധത കാണിക്കുന്നുമുണ്ട്. അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കരുത്തായിട്ടാണ് കാണുന്നത്. കാരണം ഒരു കാഷ്വാലിറ്റി പോലും റിപ്പോർട്ട് ചെയ്യാതെ ഈ 7 ദിവസം കടന്നുപോയി എന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനത്തോടെ പറയാൻ കഴിയും. ഈ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ പിന്തുണ നൽകാൻ വേണ്ടി ലോക കേരള സഭ അംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർത്ത് എല്ലാ മലയാളികളെയും സകലമാന അഭിപ്രായ വ്യത്യാസം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഒരു കുടക്കീൽ അണിനിരുന്നു കൊണ്ട് ഈ സാഹചര്യത്തെ നേരിടാൻ തയ്യാറാവണമെന്ന്. അപ്പൊ നാട് ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഇങ്ങനെ ഈ അവിടെ എന്താ സ്ഥിതി, എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് മുഖ്യമന്ത്രി നിങ്ങൾ ലോക കേരള സഭാംഗങ്ങളുടെ യോഗം വിളിക്കുമ്പോൾ ഇപ്പോൾ ബഹ്റൈനിൽ നിന്നുള്ള ലോക കേരള സഭാംഗങ്ങളായിട്ടുള്ള നിങ്ങൾ ഈ ബഹ്റൈൻ്റെ എല്ലാ മേഖലകളിലെയും പ്രവാസി സംഘടനകൾ, മലയാളി അസോസിയേഷനുകളൊക്കെയായി ബന്ധപ്പെട്ട് ആളുകളുമായി സംസാരിച്ച് ഒരു പൊതുവിവരം ശേഖരിച്ചിട്ടാണോ ആ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വിവരങ്ങൾ കൈമാറിയത്? തീർച്ചയായും ഈ സ്ഥലം വളരെ ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ ദൈനംദിനമായി എല്ലാ സാമൂഹിക സംഘടനകളും അതിന്റെ നേതാക്കളും ആശയവിനിമയം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംബസി പോലുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും, ആ രീതിയിലും കാര്യങ്ങൾ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മരണം മാത്രമേ ഇവിടെ റിപ്പോർട്ടിൽ, അത് ബംഗ്ലാദേശ് സ്വദേശിയാണ്. അത് ഇവിടുത്തെ സർക്കാരിന് അതിന്റെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ബഹ്റൈനിലെ ആക്രമണം കൂടുതലും എവിടെ, ഏത് മേഖല കേന്ദ്രീകരിച്ചാണ്? ഈ പറഞ്ഞ പോലെ US ബേസ് കേന്ദ്രീകരിച്ചാണോ? അതെ, ജുഫേർ എന്ന് പറയുന്ന സ്ഥലത്ത് US ബേസ് കേന്ദ്രീകരിച്ചിട്ടാണ് ആദ്യത്തെ ആക്രമണം നടന്നത്. അതിനുശേഷം മീന സൽമാൻ എന്ന് പറയുന്ന, അതായത് അമേരിക്കൻ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പിന്നെ പ്രധാനപ്പെട്ട 1-2 ബിൽഡിങ്ങുകളിൽ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും ആളപായം ഒരിക്കൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ നാട് വളരെ പിന്നെ അത് മാത്രമല്ല, നമ്മളെ ബഹ്റൈൻ പതിവ് പോലുള്ള സംഘടനകൾ ഈ സമയത്ത് രക്തദാനം നടത്തിക്കൊണ്ട് ഈ നാടിന് പിന്തുണ കൊടുക്കണം. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മലയാളി കൂട്ടായ്മകൾ രക്തദാനം നൽകിക്കൊണ്ട് നമ്മുടെ ഈ നാടിന് പിന്തുണ നൽകിക്കൊണ്ട്. ഒരു കാര്യം കൂടി, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്കൂളുകളും എല്ലാം അടക്കി ഓൺലൈൻ പഠനവും അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അതുപോലെ തന്നെ ഫുഡ് ഷോർട്ടേജ്, നേരത്തെ സുധീർ പറഞ്ഞു ദോഹയോ ഖത്തറിനെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അക്കാര്യങ്ങളിലൊക്കെ ബഹ്റൈനും കാര്യങ്ങൾ സേഫ് ആണോ? ഇല്ല, ഒരു ഫുഡ് ഷോർട്ടേജും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇന്നലെ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു സെൻട്രൽ മാർക്കറ്റ് സന്ദർശിച്ചുകൊണ്ട് എവിടെയെങ്കിലും വിലക്കയറ്റമോ ഭക്ഷണത്തിന്റെ ലഭ്യത കുറവോ ഉണ്ടെന്ന് നേരിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ നമ്മുടെയൊക്കെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ നെട്ടൽ മാറാത്ത രാത്രികളുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം ഈ ആക്രമണം ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, ഒരു ടെൻഷൻ അല്ലേ, എല്ലാവരും, കുട്ടികളായാലും. അതെ. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശരത് ശ്രദ്ധിക്കേണ്ടത്, സൈനിക നീക്കങ്ങൾ ചിത്രീകരിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും കർശനമായ വിലക്ക് നമ്മുടെ BDF-ന്റെ ഭാഗത്ത് വന്നിട്ട് അത് തികച്ചും അനിവാര്യമായ കാര്യം തന്നെയാണ്. കാരണം അതാണ് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു, മുഖ്യമന്ത്രി ലോക കേരള സഭ അംഗങ്ങളുടെ യോഗം വിളിച്ച് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നടപടിയെ സംബന്ധിച്ച് അത് പശ്ചിമേഷ്യയിലെ എല്ലാ പ്രതിനിധികളും ഒന്നടങ്കം പ്രതിഷേധ സ്വരത്തിൽ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയോട്.